വെൽക്കം ബാക്ക്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഡെങ്കിപ്പനിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡെങ്കിപ്പനിയുടെ സിംറ്റംസിനെ കുറിച്ചൊന്ന് പറയാമോ? ഡെങ്കിപ്പനി സാധാരണ ഒരു വൈറൽ ഡിസീസ് പോലെ പ്രശ്നമുണ്ടാക്കാത്ത രീതിയിൽ ക്ലാസിക്കൽ ഡെങ്കിപ്പനി ഉണ്ട്. അതോടൊപ്പം തന്നെ അതൊരു ഡെങ്കി ഹെമറേജിക് വെറൈറ്റിയിലേക്കും പോകാറുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പ്. അപ്പോൾ ഇതിൽ തന്നെ ഫ്ലേവി വൈറസ് ഞാൻ സൂചിപ്പിച്ചു. അതിൽ 4 വെറൈറ്റിയും നമ്മുടെ ഭാരതത്തിൽ കാണുന്നുണ്ട്. അപ്പൊ അതിലും ഇതിലൊരു പ്രാധാന്യമുണ്ട്. അല്ല, ഡെങ്കിപ്പനി ഉണ്ടാവുമ്പോൾ പനി മാത്രമാണോ, അതിന്റെ സിംറ്റംസും കൂടെ ഒന്ന് പറയാം? അതെ, ഡെങ്കിപ്പനി സാധാരണ വൈറൽ പനി പോലെ തന്നെ പനി ഉണ്ടാവും. കടുത്ത ദേഹം വേദന, അതായത് മസ്കുലാർ പെയിൻ, നമ്മൾ ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയും ഡെങ്കിപ്പനിയുടെ. പിന്നെ അതുപോലെ അത് ഹെമറേജിക് വെറൈറ്റിയിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് ഇന്റേണൽ ഹെമറേജ് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള സിംറ്റംസ്, ഡെങ്കി ഫീവർ തന്നെ നമുക്ക് കുറേ അപകട ലക്ഷണങ്ങളുണ്ട്. അതായത് ഇൻട്രാഡെർമലായിട്ടുള്ള ബ്ലീഡിങ് സംഭവിക്കുക, അതുപോലെ BP പെട്ടെന്ന് താഴ്ന്നു പോവുക, അതുപോലുള്ള സിംറ്റംസ് വരികയാണെങ്കിൽ അതൊരു ഷോക്കിലേക്ക് പോവുകയാണ് എന്നുള്ളത് നമ്മൾ സസ്പെക്ട് ചെയ്യും. മരണസാധ്യതയുണ്ട്. അതെ 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 അതെ. ഡെങ്കിയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 4 വെറൈറ്റിയിൽ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കും ആദ്യം ബാധിക്കുക. അത് സാധാരണ ഒരു ഡെങ്കിപ്പനിയായിട്ട്, ക്ലാസിക്കൽ ഡെങ്കി ഫീവറായിട്ട് നമ്മൾ ഒരു എപ്പിസോഡ് കഴിഞ്ഞെന്നിരിക്കും. ഇതേ വ്യക്തിക്ക് തന്നെ മറ്റൊരു സ്പീഷീസിലുള്ള ഈ 4 വെറൈറ്റിയിൽ മറ്റൊരു വൈറസ് അറ്റാക്ക് വരുമ്പോഴാണ് ഡെങ്കി ഹെമറേജിക് സിൻഡ്രോം ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നമ്മൾ മഴക്കാല രോഗങ്ങളിൽ, കൊതുകുജന്യ രോഗങ്ങളിൽ ഡെങ്കി ഫീവർ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ കൊതുകുകൾ അത്രയും കൂടുതലുള്ളത് കൊണ്ട്. അതെ, അതും ഈ പറയുന്ന വൈറസിന്റെ 4 സ്ട്രെയിൻസും നമ്മുടെ നാട്ടിലുണ്ട്. ഡെങ്കിപ്പനിയുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് പറഞ്ഞു കേൾക്കുന്ന, ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിംറ്റം ആയിട്ട് പറഞ്ഞു കേൾക്കുന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് താഴ്ന്നു പോകുക എന്നുള്ളത്. അതെ അതെ, അത് ഇതിന്റെ ഇൻഫെക്ഷന്റെ ഭാഗമാണോ? അതെ, നമ്മൾ ഡെങ്കി ഹെമറേജിക് ഫീവറിലേക്ക് പോകുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വല്ലാണ്ട് കുറയും. നമ്മൾ അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മോണിറ്റർ ചെയ്യുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതോടൊപ്പം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി സ്വീകരിക്കുകയും വേണം. ഓക്കെ. എലിപ്പനിയെ കുറിച്ചുകൂടെ നമുക്കൊന്ന് പറഞ്ഞാലോ? അതെ അതെ. എലിപ്പനി ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതിന്റെ സിംറ്റംസ് എന്തെങ്ങനെയാണെന്ന് പറയാമോ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജന്തുജന്യ രോഗങ്ങളായിട്ട് ഇതിനെ കൂട്ടാം. അതുപോലെ ജലത്തിലാണ് ഇത്. അതുകൊണ്ട് തന്നെ ഒരു ജലജന്യ രോഗം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ നാട്ടിൽ എലികൾക്ക് ക്ഷാമമൊന്നുമില്ല. അത് എലികൾ മാത്രമല്ല, മറ്റ് റോഡൻസ്, പട്ടി, അതുപോലെയുള്ള മറ്റ് കന്നുകാലികളിലെല്ലാം അതിന്റെ ഒരു റീനൽ പാർട്ടിൽ, റീനൽ ട്യൂബ്യൂൾസിലാണ് ഇതിന്റെ മൈക്രോ ഓർഗാനിസം കാണുക. സ്പൈറോകീറ്റ് എന്ന് പറയും. അപ്പോൾ അത് ഈ വെള്ളത്തിൽ കലരുക, അതെ, മൂത്രത്തിലൂടെ വെള്ളത്തിൽ കലരുക. അപ്പൊ അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കയറുക എന്ന് പറയുന്നത് ഒന്നുകിൽ മുറിവുകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ മലിനജലം കുടിക്കുന്നത് കൊണ്ടായിരിക്കാം. നമ്മുടെ മ്യൂക്കോസൽ സ്കിൻ കവർ ചെയ്യുന്ന ഇടങ്ങളിൽ, കണ്ണിലൂടെയും മൂക്കിലൂടെയും ഒക്കെ ഇത് ഉള്ളിൽ പ്രവേശിക്കാം. അതിനുശേഷം ഉണ്ടാകുന്ന സിംറ്റം, ഇതും പ്രത്യേകത ഉള്ളതാണ്, മരണത്തിന് കാരണമാകുന്ന അസുഖമാണ്. നമ്മുടെ നാട്ടിൽ മഴക്കാല രോഗങ്ങളിൽ ഗുരുതരമായേക്കാവുന്ന മറ്റൊരു അസുഖമാണ് എലിപ്പനി. ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? സാധാരണ പനിയും ഇപ്പൊ ഈ പറയുന്ന, അതാണ് അടുത്ത ചോദ്യം. അതായത് ഈ സാധാരണ വരുന്ന പനി എല്ലാവർക്കും വരുന്ന അസുഖമാണ്, വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ വരുന്ന, എല്ലായിടത്തും വരുന്നൊരു അസുഖം. അതെ, വളരെ സാധാരണഗതിയിൽ വരുന്ന ഒരു റൈസ് ഓഫ് ടെമ്പറേച്ചറിനെ നമ്മൾ പനി എന്ന് പറയുന്നു. ഈ പനിയും അപകടമാണോ എന്ന് സംശയിക്കാവുന്ന പനിയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? അതെ, ഇപ്പൊ എലിപ്പനിയുടെ കാര്യം പറയുകയാണെങ്കിൽ 90% ആൾക്കാർക്കും ഇതൊരു സാധാരണ പനിയായിട്ട് പോകാനാണ് സാധ്യത. പക്ഷേ ഇത് ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുമ്പോഴാണ് അത് ഗുരുതരമാവുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് വീൽ സിൻഡ്രോം എന്ന് പറയും. മഞ്ഞപ്പിത്തത്തിനോടനുബന്ധിച്ച് വരുന്ന എലിപ്പനിയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കാണും. അപ്പോൾ മഞ്ഞപ്പിത്തത്തിന്റെ ആയിട്ട് സിംറ്റംസ് നമുക്ക് സസ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം കടുത്ത പനി ഉണ്ടാവും, ഈ മസ്കുലാർ പെയിൻ, പ്രത്യേകിച്ച് കാഫ് മസിൽസ്, കാലിലെ കാഫ് മസിൽസ്, വയറിലെ മസിൽസ്, ഇതിനൊക്കെയായിരിക്കും കൂടുതൽ പെയിൻ ഉണ്ടാവുക, വേദന ഉണ്ടാവുക. അപ്പം പനിയോടനുബന്ധിച്ച് ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് നമ്മളത് സംശയിക്കേണ്ടത്. അതെ, ഇതും ഹെമറേജിക് ആകാം. അതുകൊണ്ട് തന്നെ അതിന്റെ സിംറ്റംസും പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ അന്യൂറിയ ഇതിന്റെ ഒരു പ്രത്യേക സിംറ്റമാണ്, മൂത്രത്തിന്റെ അളവും ക്രമാതീതമായിട്ട് കുറയുക. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എലിപ്പനി മാരകമായി കൊണ്ടിരിക്കുന്നു എന്നാണ്, സ്റ്റേജ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ചികിത്സാ സാധ്യത എങ്ങനെയാണ് എലിപ്പനിയുടെ? എലിപ്പനിയെ സംബന്ധിച്ച് നമുക്ക് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ആണ് അവർ പ്രധാനമായിട്ടും മറ്റ് സിസ്റ്റംസ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ചില ബാക്ടീരിയ, സ്പൈറോകീറ്റ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഹോമിയോപ്പതി ചികിത്സയും വളരെയധികം പേര് ഇത് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രിവെന്റീവായിട്ട് പല രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കൊടുത്ത ഒരു നമുക്ക് സ്റ്റഡീസും ഉണ്ട്.
ഹോമിയോപ്പതിക് മെഡിസിൻസ്. എല്ലാ വർഷങ്ങളിലും ഈ ഔട്ട് ബ്രേക്സ്, ഈ പറയുന്ന പനികളുടെയും അതുപോലുള്ള എപ്പിഡമിക്സിന്റെ ഔട്ട് ബ്രേക്ക് വരുന്ന കാലങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ് ഹോമിയോപ്പതി ചികിത്സാ ശാസ്ത്രം പ്രിവെന്റീവ് മെഡിസിൻസ് കൊടുക്കുന്നു. ഇത് എത്രത്തോളം എഫിഷ്യന്റ് ആണത്? ഇത് അങ്ങനെ എന്തെങ്കിലും സ്റ്റഡീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഹോമിയോപ്പതിയെ സംബന്ധിച്ച് നമുക്കൊരു 200-215 വർഷങ്ങളുടെ ചരിത്രമാണ് ഹോമിയോപ്പതി സിസ്റ്റത്തിനെ കുറിച്ചുള്ളത്. പല രാജ്യങ്ങളിലേക്ക് ഹോമിയോപ്പതി കടന്നെത്തിയത് തന്നെ എപ്പിഡമിക്കുകളിൽ പ്രിവെന്റീവ് മെഡിസിൻസ് കൊടുത്തുകൊണ്ടാണ്. ഇപ്പൊ കേരളത്തിലെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ വളരെ ഒരു സർക്കാർ സംവിധാനം നല്ല രീതിയിൽ നിലവിലുള്ളതാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് റീച്ച് എന്നൊരു സംവിധാനമുണ്ട്, റാപ്പിഡ് ആക്ഷൻ എപ്പിഡമിക് കൺട്രോൾ സെൽ ഇൻ ഹോമിയോപ്പതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് 2002 നമ്മൾ ഡെങ്കി ഫീവറിനെതിരായിട്ടുള്ള പ്രിവെന്റീവ് പ്രോഗ്രാംസ് ആണ് ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എല്ലാ ജില്ലാതലത്തിലും DMO ഓഫീസ് മുഖാന്തരം ഇതിന്റെ ഓരോ സെൽസ് ഉണ്ട്, ഓരോ ഡിസ്ട്രിക്ട് ലെവൽ എക്സ്പേർട്ട് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഹോമിയോപ്പതി രജിസ്ട്രേഷനുള്ള എല്ലാ ഡോക്ടേഴ്സും ഇതിന്റെ കീഴിൽ, എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളെല്ലാം വരുന്നുണ്ട്, നമ്മുടെ പ്രൈവറ്റ് ഡോക്ടേഴ്സ് എല്ലാവരും ഉൾപ്പെടെ ഒരു സംവിധാനമാണ് റീച്ച്. അപ്പൊ ഇത് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കേസ് ടേക്കിംഗ് നടത്തുക, അതിനൊരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിവെന്റീവ് കണ്ടെത്തുക, അത് വിതരണം ചെയ്യുക. ഒരു നല്ല നെറ്റ്വർക്കാണത്. ഹോമിയോപ്പതിയുടെ അടിസ്ഥാന സിദ്ധാന്തം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായ ഒരു ട്രീറ്റ്മെന്റ് സംവിധാനമാണെന്നുള്ളതാണ്. ഓരോ വ്യക്തിയിലും അവരുടെ പ്രത്യേകതകൾക്ക് അനുസരിച്ചിട്ടുള്ള, അവരുടെ ബൗദ്ധികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള പ്രത്യേകതകൾക്ക് അനുസരിച്ചാണ് നിങ്ങൾ മരുന്ന് കൊടുക്കുന്നത്. ഈ ഒരു എപ്പിഡമിക് ഔട്ട് ബ്രേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ ഓരോരുത്തരുടെയും വ്യക്തിഗതമായ ഇതനുസരിച്ച് മരുന്ന് കൊടുക്കാൻ പറ്റും? അപ്പൊ അതെങ്ങനെ അത് എഫിഷ്യന്റ് ആവും എന്നുള്ളതാണ്. അല്ല, ഇതിനകത്ത് നമ്മളൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓരോ എപ്പിഡമിക്കിനെ ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാം. കാര്യം പല വ്യക്തികൾ ഈ എപ്പിഡമിക്കിന്റെ സിംറ്റംസ് നമ്മൾ ചേർത്ത് വെച്ചൊരു ടോട്ടാലിറ്റി ഫോം ചെയ്യും. അതനുസരിച്ച് നമ്മൾ ഇതിന്റെ പ്രിവെന്റീവ് മെഡിസിൻ കണ്ടെത്തുക. അതിന് ജീനസ് എപ്പിഡമിക്കസ് എന്നാണ് നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുക. അത് ഏത് മെഡിസിനും ആകാം, പക്ഷെ അതിന്റെ പ്രോസസ് മിക്ക ആളുകളിലും ഒരേ രീതിയിലുള്ള സിംറ്റംസ് ആയിരിക്കാം. അത് നമ്മൾ കളക്റ്റീവായിട്ട് എടുത്തിട്ടാണ് അതിന്റെ മെഡിസിനിലേക്ക് അറൈവ് ചെയ്യുക. ഓക്കെ ഡോക്ടർ, തിരിച്ചു വരാം, ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പൊ ഇന്നും ലേറ്റ് ആകുമോ? ഹലോ, ഇന്നും വരാൻ ലേറ്റ് ആകും. ഇപ്പോൾ കഥ മാറി. 50-50യുടെ പുതിയ മസാല ട്വിസ്റ്റ്, മസ്ക ചസ്ക. ഫെയർ ആൻഡ് ലവ്ലി പമ്പ് ട്യൂബ്. ഇതിന്റെ അഡ്വാൻസ്ഡ് ഫോർമുല നൽകുന്നു ഫെയർനെസ് ട്രീറ്റ്മെന്റ് പോലുള്ള ചർമ്മകാന്തി, കൂടാതെ SPF 15 വഴി സൺ പ്രൊട്ടക്ഷൻ. ഫെയർ ആൻഡ് ലവ്ലി പമ്പ് ട്യൂബ് വിത്ത് SPF 15. അണുക്കളുടെ മേലെ ടാഗ് ഇപ്പോൾ 1 അല്ല 2 ആണ്. പെപ്സോഡന്റിനൊപ്പം ലൈഫ് ബോയ് ഫ്രീ. ഇത് ആഭ. ഇവളുടെ ലൈഫിലുണ്ട് പുതിയൊരു സീക്രട്ട്. ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ആ സീക്രട്ട് ഗസ് ചെയ്യാൻ പറ്റുമോ? ആഭയ്ക്ക് ലവ് ആണോ? ഇത് ലവ് അല്ല, ഡവ് ആണ്. ഡവിലുണ്ട് കാൽഭാഗം മോയ്സ്ചറൈസിംഗ് ക്രീം. ഡവ് 70 ടെസ്റ്റ് എടുക്കൂ. കൂടുതൽ കോമളമായ ഗ്ലോയിങ് ചർമ്മത്തിന്റെ സീക്രട്ട് ഡവ് തന്നെ. മിസസ് മേനോൻ ഏറ്റെടുത്തു കംഫർട്ട് 14-day ഫ്രഷ്നസ് ചാലഞ്ച്. ഞാൻ ചാലഞ്ച് ഏറ്റെടുത്തു, തോൽവി സമ്മതിക്കുകയും ചെയ്തു. ഇത്ര തിളക്കവും സുഗന്ധവും വെറും ഡിറ്റർജന്റിന്റെ കഴുകലിൽ നിന്നും ഇംപോസിബിൾ. ധാരാളം പേർ കംഫർട്ട് ഉപയോഗിക്കുകയും 14 ദിവസത്തെ ഫ്രഷ്നസ് നേടുകയും ചെയ്തു. നിങ്ങളും ട്രൈ ചെയ്യൂ. ഹലോ, എന്താ ചെയ്യാ? നിങ്ങളുടെ പിക്ചറിൽ ഇത്ര പൊല്യൂഷനോ? ഡിമാൻഡ് ടു ഹാവ് വീഡിയോകോൺ D2H അസ്ലി HD. അത് സിഗ്നലിൽ നിന്ന് ഫ്രഷസ്റ്റ് ക്ലിയറസ്റ്റ് പിക്ചേഴ്സ് നൽകുന്നു. ഇപ്പോൾ എയറിൽ പൊല്യൂഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓൺ എയറിൽ. ഇത് ആഭ. ഇവളുടെ ലൈഫിലുണ്ട് പുതിയൊരു സീക്രട്ട്. ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ആ സീക്രട്ട് ഗസ് ചെയ്യാൻ പറ്റുമോ? ആഭയ്ക്ക് ലവ് ആണോ? ഇത് ലവ് അല്ല, ഡവ് ആണ്. ഡവിലുണ്ട് കാൽഭാഗം മോയ്സ്ചറൈസിംഗ് ക്രീം. ഡവ് 70 ടെസ്റ്റ് എടുക്കൂ. കൂടുതൽ കോമളമായ ഗ്ലോയിങ് ചർമ്മത്തിന്റെ സീക്രട്ട് ഡവ് തന്നെ. ഉണ്ണിക്കണ്ണാവായോ, ഊഞ്ഞാലാടാൻ വായോ. പൊന്നി, നമുക്ക് ഈ സീൻ നാളെ എടുത്താലോ? എന്താണ് സാർ? അല്ല, ഇത് ഇന്ന് നമുക്ക് വേണ്ട. പൊന്നി പോയിക്കോ. JB ജംഗ്ഷനിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്റെ ജീവിതരേഖയാണ്, കാണാൻ മറക്കരുത്. പോപ്പിനാനോ JB ജംഗ്ഷൻ ബ്രോട്ട് യു ബൈ പോപ്പിനാനോ, ലോകത്തിലെ ഏറ്റവും വലിയ ചെറിയ കുട. പവേർഡ് ബൈ നിരവര ഫിഷ് മസാല. പ്രസന്റഡ് ബൈ മിസ്റ്റർ പ്ലസ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. ഞാനിങ്ങനെ
കൈ തൊഴാൻ തുടങ്ങിയപ്പോ റിമി എന്നെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അത് പഴക്കി. അതാരും പറഞ്ഞില്ല, ഞാൻ കെട്ടിപ്പിടിക്കാറില്ല എന്നാരും പറഞ്ഞില്ലേ? അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അഭിനയിക്കുമ്പോഴായിരിക്കും. വെൽക്കം ബാക്ക്. ഡോക്ടർ ജോബി, നമുക്ക് ഇടയ്ക്ക് ഡോക്ടർ സംസാരിച്ചതിന്റെ ഇടയിൽ മഞ്ഞപ്പിത്തത്തെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ മഞ്ഞപ്പിത്തവും ഒരു എന്താ പറയുക, ഒരു എപ്പിഡമിക് ആയിട്ട് വേണമെങ്കിൽ വരാവുന്ന ഒരു മഴക്കാല രോഗമാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? മഞ്ഞപ്പിത്തത്തിൽ തന്നെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ ആണ് സാധാരണ മഴക്കാല രോഗമായിട്ട്, ഒരു ജലജന്യ രോഗമായിട്ട് വരിക. ഹെപ്പറ്റൈറ്റിസ് എയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫീക്കോ ഓറൽ റൂട്ട്, ഇതിന്റെ രോഗിയിൽ നിന്ന് മലവിസർജനത്തിലൂടെയാണ് വൈറസ് പുറത്തു വരിക. അത് വെള്ളത്തിൽ കലരുക അല്ലെങ്കിൽ ആഹാരത്തിൽ കലരുക, അതിനുശേഷം മറ്റുള്ളവർക്കേക്ക് അസുഖം കിട്ടുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്ലോറിനേഷൻ അല്ലെങ്കിൽ മറ്റ് ഇതുപോലുള്ള അണുനശീകരണം ഇത് ഓവർകം ചെയ്യും ഈ വൈറസ്. അപ്പം 5 മുതൽ 20 മിനിറ്റ് വരെ തിളപ്പിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മഞ്ഞപ്പിത്തത്തിൽ. അത്രമാത്രം ചെയ്താൽ മഞ്ഞപ്പിത്തം വരാതിരിക്കും. അത് വളരെ ഈ മഴക്കാല രോഗങ്ങളിൽ പലതും നമുക്ക് ഇപ്പോൾ കൊതുകുജന്യ രോഗങ്ങളാണെങ്കിൽ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കാം. നമ്മൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളുണ്ട്, വ്യക്തിപരമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ജലജന്യ രോഗങ്ങളിൽ പലതും നമുക്ക് കുറച്ച് കെയർ ഉണ്ടെങ്കിൽ, പേഴ്സണൽ കെയർ ഉണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഈ കൊതുക് ജന്യ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? സാമൂഹികമായിട്ട് നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? അതെ, കൊതുകുജന്യ രോഗങ്ങളിൽ നമ്മൾ കളക്റ്റീവായിട്ട് തന്നെ ഇപ്പോൾ ഒരു ലാർവിസൈഡലായിട്ട് കൊതുകിന്റെ ലാർവ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം. അതിപ്പം മത്സ്യക്കുഞ്ഞുങ്ങളെ ജലാശയങ്ങളിൽ വിട്ടുകൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് ക്ലീനിങ് പ്രൊസീജിയേഴ്സ് അഡോപ്റ്റ് ചെയ്യാം. അതെ അതെ അതെ. അതിനോടൊപ്പം തന്നെ നമുക്ക് പേഴ്സണലായിട്ടും ഈ പറഞ്ഞ പോലെ കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള മെത്തേഡ്സും നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. പിന്നെ ഒരു സോഷ്യൽ ഹൈജീൻ ക്യാമ്പയിൻസ് തീർച്ചയായിട്ടും വേണം. അത് എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം. അത് ഹെൽത്ത് അതോറിറ്റീസിന്റെ മാത്രം ഒരു വിഷയമല്ല. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ബാക്കി, അതായത് എല്ലാ ഈ എപ്പിഡമിക് ഔട്ട്ബ്രേക്കിന്റെ കൂടെയും ഹോമിയോപ്പതി പ്രതിരോധ മരുന്ന് കൊടുക്കുന്ന സംവിധാനത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? അതിന്റെ എഫിഷ്യൻസിയെ കുറിച്ച്, ഈ മരുന്ന് കൊടുക്കുന്നതിന്റെ ഫലത്തെ കുറിച്ച് എന്തെങ്കിലും സ്റ്റഡീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് പല സ്റ്റഡീസും അവൈലബിൾ ആണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഈ റീച്ച് എന്നുള്ള സംവിധാനത്തിലൂടെ പ്രവർത്തിച്ചതിന് ശേഷം എല്ലാ മെഡിസിൻ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞാൽ നമ്മളൊരു ഫീഡ്ബാക്ക് സ്റ്റഡി നടത്താറുണ്ട്. വളരെ എഫിക്കസി നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ സ്റ്റഡീസ് പുറത്തിറക്കാറുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷന്റെ IHRC എന്നുള്ളൊരു ഗവേഷണ വിഭാഗമുണ്ട്. അപ്പോൾ അത് എല്ലാ വർഷവും സ്റ്റഡീസ് ചെയ്യാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ കുട്ടനാട് ഞാൻ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസിലും കഴിഞ്ഞ വർഷം 2-3 എപ്പിസോഡ് വെള്ളപ്പൊക്കം ഉണ്ടായ ഒരു ഇതാണ്. അപ്പോൾ റിലീഫ് ക്യാമ്പുകളും ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഞങ്ങൾ പ്രിവെന്റീവ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നു, മെഡിസിൻസ് കൊടുത്തിരുന്നു, അതിന്റെ ഫീഡ്ബാക്ക് സ്റ്റഡി എടുത്തിരുന്നു. വളരെ എഫിക്കസി പ്രൂവ് ചെയ്തിട്ടുണ്ട് ഹോമിയോപ്പതിക് മെഡിസിൻസ്. ഈ പ്രതിരോധ മരുന്ന്. അതെ അതെ. അപ്പോൾ ഈ വർഷവും അതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അസോസിയേഷനായിട്ട് സാമൂഹിക ബോധവൽക്കരണം അല്ലെങ്കിൽ പ്രതിരോധ ക്യാമ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. IHMA പ്രിവെന്റീവ് മെഡിസിൻ ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല, ഇതിന്റെ എല്ലാം ട്രീറ്റ്മെന്റ് നമ്മൾ തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചതുപോലെ മറ്റ് ട്രീറ്റ്മെന്റിലേക്ക് പോയി മറ്റൊരു ഗുരുതരാവസ്ഥ ഔഷധജന്യ രോഗങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഹോമിയോപ്പതി ട്രീറ്റ്മെന്റും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതികൾ. അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിനെ എക്വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫീവർ ഗൈഡ് ലൈൻസ് ഞങ്ങൾ 2012 തുടങ്ങിയ പ്രോജക്റ്റാണ്. അതിപ്പോൾ ഫൈനൽ സ്റ്റേജിലാണ്. ഞങ്ങൾ എല്ലായിടത്തേക്കും അത് വിട്ടിട്ടുണ്ട്. എല്ലാ ഡോക്ടേഴ്സും അത് ഫോളോ ചെയ്യുന്നു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ എല്ലാ പനി വരുന്ന രോഗിയെ ചികിത്സിക്കുന്നതിൽ ഒരു ഡോക്ടർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണോ? പനി വരാതിരിക്കാൻ രോഗികൾ ശ്രദ്ധിക്കേണ്ടതാണ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഇത് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആണ്. നമ്മൾ ഒരു കേസ് അപ്രോച്ച് ചെയ്യുമ്പോൾ, ഈവൻ ഫ്രഷ് കേസായിട്ട് നമ്മൾ അടുത്ത് വരുന്ന കേസസ് ഉണ്ട്, അതുപോലെ മറ്റു ട്രീറ്റ്മെന്റ് പോയിട്ട് എത്തുന്നുണ്ട്. അപ്പം അതിനകത്ത് എല്ലാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് ഒരു 2 വർഷം ഞങ്ങൾ അത് ഫീൽഡിൽ വിട്ടിട്ട് എല്ലാ ഡോക്ടേഴ്സിന്റെയും അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് അതിനകത്തൊരു വീഴ്ചയില്ലാത്ത രീതിയിലുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ഡോക്ടേഴ്സ് ഒരു ഫീവർ കേസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? അതെ അതെ. ഈവൻ എല്ലാ കേസും ചിലപ്പോൾ ഈവൻ റെഫറൽ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു അപ്രോച്ചാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എമർജൻസി മാനേജ്മെന്റ് ഇല്ല എന്നുള്ളതാണ് ഒരു ചെറിയൊരു പ്രശ്നം തോന്നുന്നു ഹോമിയോപ്പതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതിലെന്ത് സംവിധാനമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇല്ല, നമ്മളുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. കാര്യം ഇപ്പോൾ ഒരു ഡെങ്കി ഹെമറേജിക് ഫീവർ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേന് അതിനകത്ത് മറ്റ് സപ്ലിമെന്ററി മെഷേഴ്സ് നമുക്ക് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചില ഹോസ്പിറ്റൽസിലൊക്കെ നമുക്കത് സൗകര്യം കിട്ടുന്നുണ്ട്. ഹോമിയോപ്പതിക് മെഡിസിൻസ് വെച്ച് ട്രീറ്റ് ചെയ്യാനും ഓക്സിലറി മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാനും പറ്റും. എനിക്ക് തോന്നുന്നു ഈ സിസ്റ്റംസ് എല്ലാം കൂടെ കൈകോർത്ത് പിടിച്ചുകൊണ്ടൊരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം വരുന്ന ഒരു കാലം ആണ് നമ്മൾ
കാണേണ്ടതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതിന്റെ ആവശ്യകതയുണ്ട്. അതിനാൽ മാത്രമേ രോഗികൾക്ക് എല്ലാ സിസ്റ്റംസിന്റെയും ഗുണങ്ങൾ പൂർണ്ണമായിട്ടും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ. നമുക്ക് ഈ ഡോക്ടർ സ്റ്റോക്കിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ജോബി ജോണി. അദ്ദേഹം ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഹോമിയോപ്പതി ഈ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ സംഘടനയുടെ കേരള ചാപ്റ്ററിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇവിടെ സംസാരിച്ചത് ഒരു മെഡിക്കൽ ഓഫീസറും കൂടിയാണ്. അദ്ദേഹം കൈനഗരി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസറും കൂടിയാണ്. അദ്ദേഹം ഇവിടെ സംസാരിച്ചത് ജലജന്യ രോഗങ്ങൾ ഇനി വരാനിരിക്കുന്ന മഴക്കാലത്ത് നമ്മെ പിടികൂടാൻ സാധ്യതയുള്ള രോഗാവസ്ഥകളെ കുറിച്ചാണ്. അതോടൊപ്പം അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായത് പ്രധാനമായിട്ടും പേഴ്സണൽ ഹൈജീനും കമ്മ്യൂണിറ്റി ഹൈജീനും, നമ്മുടെ സ്വന്തം വൃത്തി മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളുടെ വൃത്തിയും കൂടെ കൈകാര്യം ചെയ്യുക, അതൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ നോക്കുക, കൊതുകടി ഏൽക്കാതിരിക്കാൻ നോക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വെള്ളം കുടിക്കുന്നതും ആഹാരം പാചകം ചെയ്യുന്നതും എല്ലാം വളരെയധികം വൃത്തിയായി ചെയ്യുക. വെള്ളം കുടിക്കുന്നത് തണുപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ ജലജന്യ രോഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മഴക്കാല രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് വിട്ടുനിൽക്കാൻ സാധിക്കും. ഇനി ഏതായാലും നമുക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലേക്ക് എഴുതുക. doctorstock@kailalytv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാൻ മറ്റൊരു വിഷയമായിട്ട്. ബൈ.